അല്പം മുൻപ് ചെന്താമരയെ പുറത്തിറക്കിയപ്പോഴത്തെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. യാതൊരു കുലുക്കവും ഇല്ലാതെ ഈ 3 കൊലപാതകങ്ങൾ കഴിഞ്ഞ് ഒരു കുടുംബത്തെ നശിപ്പിച്ച ആ പെൺകുട്ടികൾക്ക് ആരോരുമില്ലാതാക്കി അതിനുശേഷമുള്ള ആ പോക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേർന്നു. ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. സാക്ഷികളില്ലാത്ത ഒരു കേസ് എന്നതായിരുന്നു ഇതിൻ്റെ വിചാരണ വേളയിൽ, അല്ലെങ്കിൽ ഈ വിധി പറയുന്ന വേളയിൽ വരെ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക. ചെന്താമരയുടെ പ്രായം ഒരു ഘടകമായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്രത്തോളം വലിയൊരു ക്രൂരതയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ് കോടതി ചെയ്തത്. താങ്കൾ ഈ ശിക്ഷാവിധി എങ്ങനെ കാണുന്നു? അത് തീർച്ചയായിട്ടും അയാൾ ഇതിന് അർഹനാണ്. കാരണം അയാളെ നമുക്ക് സമൂഹത്തിന് ആവശ്യമില്ല. അയാളെ അന്ധവിശ്വാസിയായിരുന്നു. അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതിന് അതിലൊക്കത്തുള്ള മുടി നീണ്ട ഒരു സ്ത്രീയാണ് അതാണ് കാരണക്കാരി എന്ന് അയാൾ അന്ധവിശ്വാസത്തിൽ കൂടെ കണ്ടെത്തി അതിന് പൂജയൊക്കെ നടത്തി. ആ മുടി നീണ്ട സ്ത്രീ 3-4 പേരെ അയാൾ നോക്കി. അതിലേറ്റവും മുടി നീണ്ട ആ സ്ത്രീയാണ് അയാൾ വെട്ടിക്കൊന്നത്. ഉച്ച കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് കുറേ കൂടെ കയറി ചെന്ന് വെട്ടിക്കൊല്ലുമായിരുന്നു. അയാൾക്ക് അവരോടും അവർക്ക് ഇയാളോടും ഒരു വൈരാഗ്യമില്ല. പക്ഷേ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അയാൾ ആ കേസിനകത്ത് അയാളെ ഇരട്ട ജീവപര്യന്തമായിരുന്നു. അതിനുശേഷം അയാൾ കോടതിയുടെ കാല് പിടിച്ചു. എങ്ങനെയൊക്കെ പരോളിൽ 1 മാസത്തിന് ഇറങ്ങി. അന്നേരം കൃത്യമായിട്ട് ആ പഞ്ചായത്തിൽ കയറാൻ പാടില്ല എന്ന് വിധിയുണ്ടായിരുന്നു. പക്ഷേ അയാൾ അവിടെയൊക്കെ വന്നു പോകുന്ന വിവരം ആ 2 പെങ്കൊച്ചുങ്ങളും കൊല്ലപ്പെട്ട സുധാകരനും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോയി നേരിട്ട് കണ്ടു പറഞ്ഞു. ഇന്നോലെ അയാൾ വന്നിട്ടുണ്ട്, അയാൾ അടുത്ത 4-5 പേരെ കൊല്ലാനായിട്ട് നടക്കുകയാണ്. പോലീസ് അതൊന്നും വകവെച്ചില്ലായിരുന്നു. ആ കോമ്പൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ അവരെ, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അതിർത്തി കയറിക്കഴിഞ്ഞാൽ അയാളെ പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലീസിന് ചെയ്തില്ല. അനാസ്ഥ പോലീസ് അവിടെ കാണിച്ചു. അതുകൊണ്ടാണ് 2 പേരുടെ ജീവൻ പോയത്. ആ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും നിഷ്കരണം അവരെയും 2025 വെട്ടിക്കൊന്നു. ഏതായാലും പോലീസ് 58ാം ദിവസം തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. DYSPയും സംഘവും നല്ല ജോലി ചെയ്തിരിക്കുന്നതിനകത്ത്. അതിനകത്ത് ഫോറൻസിക്കിൻ്റെ ഒക്കെ വളരെ പെട്ടെന്ന് അത് റിസൾട്ടെല്ലാം കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം സാക്ഷികളെ 1-2 സാക്ഷികൾ കൂറുമാറിപ്പോയെങ്കിലും അതിനകത്ത് കൃത്യമായ എവിഡൻസുകളെല്ലാം കോടതിയിൽ ഹാജരാക്കി. അതിനകത്ത് ഒരു തെറ്റും പോലീസിൻ്റെ ഭാഗത്തില്ല. പ്രോസിക്യൂട്ടർമാർ 2 പേരും അതുപോലെ തന്നെ പോലീസിൻ്റെ ഒപ്പം നിന്നു. പോലീസ് കുറ്റചാർജിനകത്ത് ഉള്ള മുഴുവൻ എവിഡൻസുകൾ ഇവർ ഒന്നൊന്നായി കോടതിയിൽ ബോധ്യപ്പെടുത്തി. കോടതിക്ക് അത് ഉത്തമബോധ്യം വന്നു. ഇതിനകത്ത് കൂടുതലും സാഹചര്യ തെളിവുള്ളൊരു കേസാണിത്. അതിനകത്ത് ഫോറൻസിക്കിൻ്റെ കുറേ റിസൾട്ടുകളൊക്കെ കോടതി പരിശോധിച്ചു. അത് പോലീസ് ട്രെയിനിങ് കോളേജിൽ അവിടുത്തെ ഫോറൻസിക് ലാബിൽ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ DNA എല്ലാം ലഭിച്ചു. DNA റിസൾട്ടെല്ലാം പെട്ടെന്ന് പോലീസിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു. അതുപോലെ ജഡ്ജ് കെന്നത്ത് ജോർജ് എന്ന ജില്ലാ ജഡ്ജി അദ്ദേഹം ഈ എവിഡൻസ് മുഴുവൻ അനലൈസ് ചെയ്തിട്ട് ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പെട്ടത് തന്നെയാണെന്ന് അങ്ങനെ വാദിഭാഗം വാദിച്ചെങ്കിലും കോടതിക്ക് അത് ബോധ്യം വന്നെന്നുള്ളതാണ്. ആ റയറസ്റ്റ് ഓഫ് റയർ കേസിൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് തൂക്കിക്കൊലയല്ലാതെ വേറൊരു ശിക്ഷ കൊടുക്കാൻ കോടതിക്ക് കഴിയില്ല. നമ്മളെല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. കാരണം അത്ര ബ്രൂട്ടൽ മർഡർ ആയിരുന്നല്ലോ ചെയ്തത്. ഇനി 4 പേരെ കൂടെ കൊല്ലാനുണ്ടെന്ന് കോടതി പറയുകയും ചെയ്തു. അയാളെ ഇനി വെളിയിൽ വിട്ടാൽ ഇനി 4 പേരെ കൂടെ കൊല്ലാനുണ്ട്. ഒരു ഭയവും ഇല്ലാതെ കോടതിയിലെടുത്ത് പറയുകയും ചെയ്തു. എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, എന്ത് വേണമെങ്കിലും ശിക്ഷ ചെയ്തോളൂ, തൂക്കാൻ വേണമെങ്കിൽ വിധിച്ചോളൂ എന്നൊക്കെയാണ് കോടതി പറയുന്നത്. പക്ഷേ ഇയാൾക്ക് മാനസിക അസുഖങ്ങളൊന്നുമില്ല. വൈരാഗ്യം, അന്ധവിശ്വാസവും മാത്രമാണ് ആ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്കൊരു ക്യാപിറ്റൽ പണിഷന് ഇയാൾ അർഹനാണ്. അത് ഹൈക്കോടതി ചെന്നാലും അത് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടുന്ന് അപ്പീൽ സുപ്രീം കോടതി പോയാൽ തീർച്ചയായിട്ടും അവിടെയും കൊടുക്കണം. അവിടെയും ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കും. ഇയാൾ ഒരു ദയാ ഹർജി അറിയിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിൽ ചർച്ച ചെയ്തിരുന്ന ഈ ഘടകങ്ങളുണ്ടല്ലോ, സാക്ഷികളില്ല, ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി കൂറുമാറി, മറ്റൊന്ന് ഇയാളുടെ പ്രായം 60 വയസ്സാണ് പ്രായം,
ആ രീതിയിലുള്ള ഘടകങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടാൽ ഇപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അങ്ങനെ പോയാൽ ഞങ്ങളും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് ഈ പോലീസിൻ്റെ വീഴ്ച ഈ കേസിൽ എത്രത്തോളം ഒരു ഘടകമാണ്? ഇപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെക്കാനൊന്നും പറ്റില്ല. അന്നൊരു പ്രിവെൻറ്റീവ് അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ പോലീസുകാരൻ പുറത്തേക്ക് വന്നാണ്, പോലീസ് സ്റ്റേഷന് കയറാൻ തയ്യാറാവാതെ ഇയാൾ പുറത്ത് വന്നപ്പോൾ പുറത്ത് വന്നാണ് പോലീസുകാരൻ ഇയാളോട് സംസാരിച്ചത് ഈ പരാതിയിൽ വിളിപ്പിച്ചപ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി പോലീസിനെ ബോധ്യപ്പെടുത്താൻ ഈ കേസ് ഒരു കാരണമാവില്ലേ? തീർച്ചയായിട്ടും അത് മനസ്സിലാവും. കാരണം പോലീസിൻ്റെ അകത്ത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ ശരി, ഈ കേസിലേക്ക് ആ പ്രതി വീണ്ടും രണ്ടുപേരെ കൊല്ലാൻ വന്നതിൻ്റെ കാരണം അത് പോലീസിൻ്റെ ഭാഗത്തെ ലാപ്സസാണ്. ആ കുട്ടികൾ കോടതിയിരുന്ന് ഇന്ന് ആ വിധി കേട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ പെൺകുട്ടിയുടെ അമ്മ മരിച്ചു, പിതാവ് മരിച്ചു, വല്യമ്മയും മരിച്ചു, അനാഥരായി രണ്ടുപേരും. അപ്പോൾ ആ കുട്ടി അതുപോലെ തന്നെ സുധാകരനും പിതാവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ SHO കണ്ട് DYSP വരെ കണ്ടു. ഇവനെ ആ പഞ്ചായത്ത് ഏരിയയിലൊന്നും വരാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ജാമ്യം കൊടുത്തത്. ആ ആള് ആ പരിധിയിൽ ഇവരുടെ വീടിനടുത്തുമൊക്കെ നടക്കുന്നു, ഇയാളുടെ കയ്യിൽ വാളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടും ആ DYSPയുടെ അടുത്ത് പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാകാൻ പറ്റിയില്ല. എന്ത് വലിയ ദുരന്തമാണ് കേരളം കണ്ടത്. പിന്നെ അതുകൊണ്ട് അവർക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചെന്ന് എനിക്കറിയത്തില്ല. അത് അവരുടെ ഭാഗത്ത്, പോലീസിൻ്റെ ഭാഗത്ത് ഒരു ലാപ്സസാണ്. അതിനകത്ത് ഒരു മനുഷ്യത്വം കാണിക്കേണ്ട കാര്യം. ഇവനെ 2 ജീവരന്തം കിടക്കുന്നവനെ വീണ്ടും വന്നിട്ട് അവനെപ്പറ്റി ഇവർ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു കേസിനകത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ ക്രിമിനൽ ആരാണ്, എന്താണ് അവൻ്റെ സ്വഭാവം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവനൊന്നും സമൂഹത്തിൽ ഇനി ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് പരോൾ കൊടുത്താൽ തന്നെ അതിന് അതിശക്തമായ രീതിയിൽ തന്നെ അതിന് പോലീസ് പ്രതികരിക്കണമായിരുന്നു, അതിന് നടപടിയെടുക്കണമായിരുന്നു. ഇവനെ പോലീസ് ഒന്നും വേണ്ട, അത് ക്യാൻസൽ ചെയ്തും വേണ്ടല്ലോ. ആ പരിസ്ഥിതി ആ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അതിർത്തി വന്ന് അങ്ങ് അറസ്റ്റ് ചെയ്യാമല്ലോ, പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അതിന് കേസെടുത്തുകൂടെ? അവിടെയാണ് പോലീസിന് തെറ്റുപറ്റിപ്പോയത്. അതുകൊണ്ടാണ് ഈ 2 കൊലപാതകങ്ങൾ നമ്മൾ കണ്ടത്. ആ കോടതി നമ്മളും എല്ലാവരും നടുങ്ങിയ ഒരു സംഭവം തന്നെയാണിത്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ച നമുക്ക് പൊറുക്കാൻ കഴിയില്ല. അന്നത്തെ ഇരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചെന്ന് എനിക്കറിയില്ല. നടപടി ഇനിയെങ്കിലും ഇപ്പോഴത്തെ ഈ വിധി വന്ന ശേഷമെങ്കിലും അന്നിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടിയെടുക്കണം. അത് ലാപ്സസ് ആണ്, അതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും അങ്ങനെ നടപടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇത്തരം ആളുകൾക്കും ഒപ്പം പോലീസ് സംവിധാനത്തിനും ബോധ്യപ്പെടുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു കാര്യമായ പങ്ക് അന്ന് കൃത്യമായി ഇതിൽ നടപടിയെടുക്കാത്ത, ഇയാളെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ട ആ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന്.